വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ കാത്തിരുന്ന ആ ഒരു വീഡിയോ, ഹൗ ടു എഡിറ്റ് ലൈക്ക് എ പ്രോ. എനിക്കറിയാം നിങ്ങൾ കാത്തിരുന്നിട്ടൊന്നുമില്ല. സ്റ്റിൽ കുറേ പേര് ചോദിക്കും നിനക്ക് എഡിറ്റിംഗ് ഒന്നും അറിയില്ലല്ലോ, നിനക്കൊക്കെ അങ്ങനെ ടിപ്സ് തരാൻ പറ്റുമെന്നൊക്കെ അറിയണം. ഓഫ് കോഴ്സ് നോട്ട്, ബട്ട് എൻ്റെ ഒരു 1-2 വർഷത്തിൻ്റെ ചെറിയ ഒരു എഡിറ്റിംഗ് എക്സ്പീരിയൻസിൽ ഐ ക്യാൻ ഗിവ് യു സം ടിപ്സ്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അത് നിങ്ങൾ യൂസ് ചെയ്യാത്ത ടിപ്പാണെന്ന് എനിക്കറിയാം. അപ്പോൾ ക്ലയൻറ്റിൻ്റെ തെറിവിളി കേൾക്കാണ്ട് കുറച്ച് സമയമൊക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. സോ ഹെയ്യോ, അപ്പോൾ നീണ്ട 1.5 വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ജയിൽ ശിക്ഷയും കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ്. ബ്രോ, ആരും തെറ്റിദ്ധരിക്കരുത്, ജയിൽ ശിക്ഷ നടന്നില്ല. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇത്ര നാൾ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ചിലവർക്കൊക്കെ അറിയണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇനി നമ്മൾ ഇത് ശ്രദ്ധിക്കാൻ, നമുക്ക് അത് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. അങ്ങനെ നല്ലത് നമ്മൾ രണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ. സോ അത്രേ ഉള്ളൂ. സോ ഈ ഒരു ടോപ്പിക്കിൽ എന്ന് പറയണത് ഐ ആം നോട്ട് ഗോണ സേ ഇതാണ് പ്രോപ്പർ വേ ടു എഡിറ്റ്, ഇങ്ങനെ മാത്രമേ എഡിറ്റ് ചെയ്യാൻ പാടുള്ളൂ, ഇതാണ് വേ ഓഫ് എഡിറ്റിംഗ്, അതൊന്നും ഞാൻ പറയണില്ല. ഇതെല്ലാം എൻഡ് ഓഫ് ദി ഡേ പേഴ്സണൽ ചോയ്സ് ആണ്. ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള എഡിറ്റിംഗ് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്താൽ യൂസ്ഫുൾ ആയിരിക്കും, നിങ്ങൾക്ക് ആപ്റ്റ് ആവുമെന്ന് ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പാണ് സ്ക്രിപ്റ്റിംഗ്. അപ്പോൾ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ കഥ, തിരക്കഥ, നിർമ്മാണം, ആ സെറ്റപ്പ് അല്ല ഇവിടെ. യു ഹാവ് ടു സ്ക്രിപ്റ്റ് എവറിത്തിങ് എന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്കൊരു A to Z നിങ്ങൾ ചെയ്തില്ലെങ്കിലും EFG എങ്കിലും നിങ്ങൾ ചെയ്യണം. മീൻസ് നിങ്ങൾ ഒരിക്കലും സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ചിന്തിക്കരുത് ഞാൻ ഏത് മ്യൂസിക്കാണ് ഇടാൻ പോണേ, ഏത് ട്രാൻസിഷനാണ് ഇടാൻ പോണേ, ഏത് എഫക്ട്സ് ആണ് ഞാൻ ഇടാൻ പോണേ, ലോ പേസിലാണോ ഫാസ്റ്റ് പേസിലാണോ, ഇത്ര മിനിറ്റാണ് എഡിറ്റ് ചെയ്യാൻ പോണത്, അങ്ങനെയാണോ ഇങ്ങനെയാണോ, ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ, അതൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ അതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്ത് വെക്കണം. നിങ്ങൾ ഏത് ട്രാൻസിഷനാണോ, ഏത് മ്യൂസിക്കാണോ, ഇത്ര മിനിറ്റിലാണ് എഡിറ്റ് ചെയ്യാൻ പോണ, വിഷ്വൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈമും സേവ് ആവും. പിന്നെ ക്ലയൻറ്റ് വന്ന് ചോദിക്കും എവിടെടാ മോനെ വീഡിയോ എന്ന്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ടിപ്പ് കിണ്ണ ടിപ്പാ, അതാണ് അരിയൽ. നിങ്ങളുടെ വീഡിയോ നിങ്ങൾ ശരിക്കും നുറുക്കിയിട്ട് അല്ലെങ്കിൽ ശരിക്കും അരിഞ്ഞില്ലെങ്കിൽ ശരിക്കും വേവില്ല. ബ്രോ സീരിയസ്ലി ഐ ആം സെയിങ്, സാധനം ഒരു ചീഞ്ഞ കോമഡി ആണെങ്കിലും ഇറ്റ് മേക്ക് സെൻസ്. കാരണം നിങ്ങളുടെ വീഡിയോ നിങ്ങൾ ശരിക്കും അരിഞ്ഞില്ലെങ്കിൽ ഓർ കട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ നല്ല രീതിയിൽ ബോറിങ്ങും പിന്നെ കാണാൻ ഒരു രസം ഉണ്ടാവില്ല. ലൈക്ക് ഒരു സിംഗില്ലാത്ത ഒരു ഷോട്ട് ഇവിടെ കട്ട് ചെയ്തിട്ട് പിന്നെ അവിടെ പിന്നെ ഇവിടെ അങ്ങനെയൊക്കെ ആണെങ്കിൽ അലമ്പായിരിക്കും. ഒരു പക്ക നോബ് എഡിറ്റ് ചെയ്ത പോലത്തെ ഒരു ഫീൽ ആയിരിക്കും. സോ അപ്പോൾ അതിനായിട്ട് നിങ്ങളെപ്പോഴും ഫേസ് ചെയ്യണ ഒരു സംഭവമായിരിക്കും നിങ്ങൾക്ക് ശരിക്കും ഒരു സിംഗിൾ കട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു വിഷ്വലിൽ നിന്ന് രണ്ടാമത്തെ വിഷ്വലിലേക്ക് പോകുമ്പോൾ ഒരു സിംഗില്ലാത്തൊരു പെട്ടെന്നൊരു ജംപ് കട്ട് വരുന്ന ഒരു സംഭവം. അതിനായിട്ട് ഞാൻ നിങ്ങൾക്കൊരു 3 കട്ട്സ് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അതിനായി ഈ വീഡിയോ കാണുക. സോ ഫസ്റ്റത്തെ കട്ടാണ് മാച്ച് കട്ട്. രണ്ടാമത്തെ കട്ട് മാച്ച് കട്ട് തന്നെ പറയാം. മാച്ച് കട്ട് എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ വിഷ്വലിൽ നിന്ന് രണ്ടാമത്തെ വിഷ്വലിലേക്ക് പോകുമ്പോൾ ഒരു ട്രാൻസിഷനോ ഒരു സിങ്ക് ക്രിയേറ്റ് ചെയ്യണം, ഒരു മാച്ചിങ് ക്രിയേറ്റ് ചെയ്യണ ഒരു സംഭവമാണ് മാച്ച് കട്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇതൊരു ട്രാൻസിഷൻ അല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസിഷനായിട്ട് യൂസ് ചെയ്യാം. ഒരു നല്ല മാച്ചിൽ ഒരു 2 വിഷ്വലിൽ കട്ടാവുന്ന ഒരു സാധനമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മാച്ച് ചെയ്തിട്ട് കട്ട് ചെയ്യാം. ഇപ്പോൾ സെൻറ്ററിൽ ഒരു ഫ്രെയിം നിൽക്കുന്നുണ്ട്, രണ്ടാമത്തെ ഫ്രെയിമിൽ സെൻറ്ററിലാണെങ്കിൽ അങ്ങനെ മാച്ച് ചെയ്ത് കട്ട് ചെയ്യാം. പിന്നെ ആക്ഷൻസ് ഇങ്ങനെ കാണിച്ച് 2 ആക്ഷൻസും നിങ്ങൾക്ക് മാച്ച് ചെയ്ത് കട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ വരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് റാൻഡം ക്ലിപ്സ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ മാച്ച് ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റുന്നത്. അതിനാണ് എൽ കട്ട്. അപ്പോൾ എൽ കട്ട് എന്ന് പറയുമ്പോൾ ബേസിക്കലി നിങ്ങൾ L ഷേപ്പിൽ ഇങ്ങനെ അരിയണം, അതാണ് എൽ കട്ട് എന്ന് പറയണത്. പക്ഷെ എന്തൊരു സംഭവം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഇങ്ങനെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വിഷ്വലിൽ വീഡിയോയും ഓഡിയോയും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വിഷ്വലും വീഡിയോയും ഓഡിയോ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ വിഷ്വലിൻ്റെ ലാസ്റ്റ് ഒരു 4 സെക്കൻഡ് 5 സെക്കൻഡ് വിഷ്വൽ മാത്രം ഒന്ന് കട്ട് ചെയ്യുക. ദെൻ നിങ്ങൾ രണ്ടാമത്തെ വിഷ്വലിൻ്റെ ആ വീഡിയോ നിങ്ങൾ അങ്ങോട്ട് കയറ്റുക. അപ്പോൾ എന്നിട്ട് ഉണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ വിഷ്വലിൽ നിന്ന് രണ്ടാമത്തെ വിഷ്വലിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ വിഷ്വൽ സ്റ്റാർട്ട് ആകുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റത്തെ വിഷ്വലിൻ്റെ ഓഡിയോ ഒരു 4 സെക്കൻഡ് 5 സെക്കൻഡ് പ്ലേ ആവും. അപ്പോൾ ഗ്രാജുവലി ആ ഒരു സ്മൂത്ത്നെസ്സിൽ ആ ഓഡിയോ പ്ലേ ആയി ദെൻ രണ്ടാമത്തെ വിഷ്വലിൻ്റെ ഓഡിയോയും വീഡിയോയും നോർമലി പ്ലേ ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, പക്ഷേ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഈ സാധനം തന്നെ നിങ്ങളിൽ പോയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും.
സെറ്റ് ആവുന്നതായിരിക്കും. ദെൻ നിങ്ങൾക്ക് എൽ കട്ട് വർക്കാവാത്ത സന്ദർഭത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കട്ടാണ് ജെ കട്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൽ കട്ടിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് സംഭവമാണ്. എൽ കട്ടിൽ നിങ്ങൾ വീഡിയോ ആണ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജെ കട്ടിൽ ഓഡിയോ കട്ട് ചെയ്യണം. ഡയറക്റ്റ് ഓപ്പോസിറ്റ് സാധനം. ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സൗണ്ട് എഫക്ട്. സൗണ്ട് എഫക്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് 2 ഗുണം 10 ഗുണം. അതിപ്പോൾ ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്നാലും നിങ്ങൾക്ക് 2 ഗുണങ്ങളുണ്ട്. ഫസ്റ്റത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷ്വലിന് ഒരു ജീവൻ കൊടുക്കാൻ പറ്റും. ജീവൻ കൊടുക്കണം എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളിപ്പോൾ സബ്ജക്റ്റിൽ ഒരു സൗണ്ട് എഫക്റ്റ് ആഡ് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ മറ്റേ ഫ്രണ്ട്സിൽ മറ്റേ ജയറാം ഇങ്ങനെ ഇരിക്കണം പോലെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ സൗണ്ട് എഫക്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ മറ്റേ മേജർ ശ്രീകുമാർ എന്നൊക്കെ പറഞ്ഞ പോലെ മേജർ ശ്രീകുമാർ അങ്ങനെയൊക്കെ നടന്നു പറഞ്ഞാൽ ആ ഒരു വൈബ് ഉണ്ടല്ലോ, ആ ഒരു സാധനം കിട്ടും. അത് ആ സീൻ കോമഡി ആണെങ്കിൽ പോലും നിങ്ങളിപ്പോൾ സബ്ജക്റ്റിൽ ഒരു സൗണ്ട് എഫക്റ്റ് നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് ഒരു റിയൽ ലൈഫിൽ നിങ്ങൾ കാണുന്ന പോലത്തെ ഒരു ഫീല് കിട്ടും. സെക്കൻഡ് വൺ, നിങ്ങൾ എഡിറ്റിങ്ങിൽ നിങ്ങൾ സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാനും കുറച്ച് എൻഗേജിങ് ആയിട്ട് നിങ്ങൾക്ക് ഇരുത്താനും പറ്റും. ഒരു ക്യൂരിയസ് ആയിട്ടുള്ള സൗണ്ട് എഫക്ട്സോ ഓർ എന്തെങ്കിലും ഒരു സർപ്രൈസ് ഓർ എന്തെങ്കിലും ഫണ്ണി എലമെൻ്റൊക്കെ നിങ്ങൾ സൗണ്ട് എഫക്ട്സിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾക്ക് പിടിച്ചിരുത്താനും നിങ്ങളുടെ ലൈക്ക് ഒരു എഡിറ്റിംഗ് ഒരു ബോറടിപ്പിക്കാണ്ട് നിങ്ങൾക്ക് നിർത്താൻ പറ്റുന്നതായിരിക്കും. എന്ന് വെച്ച് കണ്ണി കണ്ട ബന്ധമില്ലാത്ത സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. കളർ ഗ്രേഡിങ് ഇറ്റ്സ് ലൈക്ക് ലോങ് പ്രോസസ്സാണ്. പക്ഷെ നിങ്ങളുടെ വീഡിയോസിൽ നിങ്ങൾ എന്തായാലും കളർ ഗ്രേഡിങ് ചെയ്തിരിക്കണം. കളർ കറക്ഷനും കളർ ഗ്രേഡിങ്ങും നിങ്ങൾ ചെയ്തിരിക്കണം. പക്ഷേ നിങ്ങൾക്ക് ടൈമുണ്ട്, നിങ്ങൾക്ക് അതിനെ വെച്ചൊരു നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ലെവലിലേക്ക് പോകുന്നതായിരിക്കും. ബിക്കോസ് കളർ ഗ്രേഡിങ് നിങ്ങളുടെ വിഷ്വലിനെ മൊത്തത്തിലും ചേഞ്ച് ആക്കുന്ന ഒരു സംഭവമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ പി സിയിലാണെങ്കിൽ പ്രീമിയർ പ്രോ ഉണ്ട്, പിന്നെ ഡാവിഞ്ചി റിസോൾവ് ഉണ്ട് കളർ ഗ്രേഡ് ചെയ്യാൻ മെയിനായിട്ട്. ബട്ട് ഡാവിഞ്ചി റിസോൾവ് ആണെങ്കിൽ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ് സീരീസ് മൂവീസ് പോലത്തെ അങ്ങനത്തെ കളർ ഗ്രേഡിങ് നിങ്ങൾക്ക് അതിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബ് വീഡിയോസൊക്കെ കാണാം. പക്ഷെ കുറച്ച് അതിനെ പറ്റിയിട്ട് അറിയണമെന്നുള്ളൂ. ബട്ട് മൊബൈലാണെങ്കിൽ ഐ വിൽ റെക്കമെൻഡ് ക്യാപ് കട്ട്. ക്യാപ് കട്ടിൽ ഞാൻ ഒരു കണ്ട സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കേവ്സും പിന്നെ ഹ്യൂവും കാര്യങ്ങളൊക്കെ കളറും സംഭവങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അതും വേറൊരു ആപ്പിൽ ഞാൻ കണ്ടിട്ടില്ല. ഐ തിങ്ക് ഇൻഷോട്ടിൽ ഈ സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ ട്രൈ ഔട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ക്യാപ് കട്ടിലാണെങ്കിൽ സെറ്റായിട്ട് കളർ ഗ്രേഡ് ചെയ്യാൻ പറ്റും. കേവ്സ് ആണ് മെയിനുള്ള സംഭവം, എല്ലാവർക്കും അറിയാം. കേവ്സ് പിന്നെ ഹ്യൂ സംഭവങ്ങളൊക്കെ, ഷാഡോസ്, ഹൈലൈറ്റ്സ് അതൊക്കെ അതിൽ നമുക്ക് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ക്യാപ് കട്ടിൽ. സോ ഫോൺ യൂസ് ചെയ്യണവർ ക്യാപ് കട്ട് യൂസ് ചെയ്യുക കളർ ഗ്രേഡ് ചെയ്യാനായിട്ട്. സോ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബിഗിനറിൽ നിന്ന് പ്രോ ആവുമെന്ന് ഞാൻ പറയണില്ല. അതിന് എക്സ്പീരിയൻസും കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ വീഡിയോസിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആവും. കുറച്ചും കൂടി നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങളുടെ വീഡിയോ ഗെയിം നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നതായിരിക്കും. മെയിൻ സംഭവം പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി ഓർ കൺസിസ്റ്റൻ്റ്ലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇത് നിങ്ങളുടെ വീഡിയോസിൽ അപ്ലൈ ചെയ്തിട്ടും ഓരോരോ കാര്യങ്ങളൊക്കെ. എന്നാലാണ് ഇമ്പ്രൂവ്മെൻറ്റും നിങ്ങൾക്കതൊരു ഹാബിറ്റ് ആവുള്ളൂ. സോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഈ സാധനം ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. സോ പ്രാക്ടീസ് ചെയ്യുക. പുതിയ സാധനങ്ങളൊക്കെ വീഡിയോസിലിട്ട് വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ഒരിക്കലും മടിക്കരുത്. എക്സ്പെരിമെൻ്റൊക്കെ ചെയ്ത് നോക്കുക, സെറ്റാക്കുക. എന്നെയും സെറ്റാക്കണമെന്ന് ഞാൻ യൂട്യൂബിൽ സെറ്റാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. സോ ബൈ.